നമസ്കാരം. ഡാറ്റ മൈൻ 360യിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെയായി ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് പുതിയ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകകപ്പിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ആരാകും, ഈ ലോകകപ്പ് അത് നിശ്ചയിക്കുമോ എന്നതാണ്. നിലവിൽ ആ റെക്കോർഡ് ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ പേരിലാണ് ആ റെക്കോർഡുള്ളത്. ആ റെക്കോർഡ് ഭേദിക്കാൻ മെസ്സിക്കോ എംബാപ്പയ്ക്കോ കഴിയുമോ? ഇവർ രണ്ടുപേർക്കും ഈ ലോകകപ്പിൽ ആ റെക്കോർഡ് ഭേദിക്കാൻ ഉള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ലോകകപ്പിൽ 16 ഗോൾ നേടിയ മിറോസ്ലാവ് ക്ലോസ ആണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞു 4 ലോകകപ്പുകളിലായാണ് ക്ലോസ ഈ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടത്തിന് തൊട്ടു പിറകെ 15 ഗോളുമായി റൊണാൾഡോയുണ്ട്. 14 ഗോൾ നേടിയ മുള്ളർ ഈ പട്ടികയിൽ ഇടം പിടിച്ച ഒരാളാണ്. മറ്റൊരാൾ ഫ്രാൻസിൻ്റെ ഫൊണ്ടൈനാണ്. അദ്ദേഹത്തിന് 13 ഗോളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഫൊണ്ടൈനൊപ്പമാണ് മെസ്സിയുടെ ഇപ്പോഴുള്ള സ്ഥാനം 13 ഗോൾ. അതോടൊപ്പം തന്നെ എംബാപ്പ തൊട്ടു പിന്നിൽ 12 ഗോളുമായി നിൽക്കുന്നു എന്നതാണ് ഈ പട്ടികയിലെ മറ്റൊരു സവിശേഷത. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫൊണ്ടൈനെ കുറിച്ചാണ്. ഫ്രാൻസിൻ്റെ ഫൊണ്ടൈൻ ഒരു ലോകകപ്പിൽ തന്നെയാണ് 13 ഗോളുകളും നേടിയത് എന്ന ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചരിത്രം ഇതുവരെ ആരും ഭേദിച്ച ചരിത്രവുമല്ല. ആ ചരിത്രം ഇപ്പോഴും ഫൊണ്ടൈൻ്റെ പേരിൽ തന്നെ കിടക്കുകയാണ്. ആ ഗോൾ വേട്ടയിൽ ഇത്തവണ മുന്നിലെത്താൻ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒരുപോലെ സാധ്യതകളുണ്ട് എന്നതാണ് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജന്റീനൻ താരമായ മെസ്സി 5 ലോകകപ്പുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. 6ാമത്തെ ലോകകപ്പ്, അതായത് ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ച താരമെന്ന ബഹുമതിയിലേക്കാണ് മെസ്സി നടന്നു കയറാൻ ഒരുങ്ങുന്നത്. മെസ്സിക്കൊപ്പം തന്നെ റൊണാൾഡോയും ഈ ബഹുമതിയിലേക്ക് എത്തും. പക്ഷേ മെസ്സിക്ക് 5 ലോകകപ്പുകളിൽ നിന്നായി ഇതിനോടകം 13 ഗോളുകളാണ് നേടാൻ കഴിഞ്ഞത്. 26 മത്സരങ്ങൾ മെസ്സി ലോകകപ്പിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. 2006 മെസ്സിയുടെ ലോകകപ്പിലെ അരങ്ങേറ്റം. 2022 വരെയുള്ള 5 ലോകകപ്പുകൾ മെസ്സി കളിക്കുകയും ചെയ്തു. ഇതിൽ 2006 3 മത്സരങ്ങളിൽ നിന്നായി 1 ഗോളാണ് മെസ്സി നേടിയത്. 2010 5 മത്സരങ്ങൾ മെസ്സി കളിച്ചു, പക്ഷേ ഗോളൊന്നും നേടാൻ മെസ്സിക്ക് കഴിഞ്ഞില്ല. 2014 ബ്രസീൽ ലോകകപ്പിൽ 7 മത്സരങ്ങൾ മെസ്സി പൂർത്തിയാക്കിയപ്പോൾ 4 ഗോളാണ് മെസ്സിക്ക് നേടാൻ കഴിഞ്ഞത്. 2018 റഷ്യൻ ലോകകപ്പിൽ 4 മത്സരങ്ങളിൽ നിന്നായി 1 ഗോൾ മെസ്സി നേടി. 2022 മെസ്സിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗോൾ വേട്ട നടന്ന ലോകകപ്പ് എന്ന് പറയുന്നത്. ഖത്തർ ലോകകപ്പിൽ 7 ഗോളുകളാണ് മെസ്സി നേടുകയും ചെയ്തത്. ഇങ്ങനെ 5 ലോകകപ്പുകളിൽ 26 മത്സരങ്ങളിൽ നിന്നായി 13 ഗോൾ എന്നത് മെസ്സി കരസ്ഥമാക്കി കഴിഞ്ഞു. 38-കാരനായ മെസ്സി ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ കൂടിയാണ് മെസ്സി. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് ഇത്തവണ കൂടുതൽ സാധ്യത, ഈ റെക്കോർഡ് മറികടക്കുന്നതിനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. മെസ്സിയെ സംബന്ധിച്ച് ഇത് തൻ്റെ അവസാനത്തെ ലോകകപ്പാണ്. ഈ ലോകകപ്പ് ഓർമ്മിക്കത്തക്കതാക്കി മാറ്റാൻ മെസ്സിയെ സംബന്ധിച്ച് ഈ റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഫുട്ബോൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. മെസ്സിക്കൊപ്പം ഈ നേട്ടത്തിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുന്ന മറ്റൊരു താരം ഫ്രാൻസിന്റെ എംബാപ്പയാണ്. എംബാപ്പയെ സംബന്ധിച്ച് 12 ഗോളുകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. 14 മത്സരങ്ങളിൽ നിന്നാണ് എംബാപ്പെ ഇത്രയും ഗോളുകൾ നേടിയിരിക്കുന്നത്. മാത്രവുമല്ല 2 ലോകകപ്പ് മാത്രമാണ് എംബാപ്പെ കളിച്ചിരിക്കുന്നത്. 2018 2022 2 ലോകകപ്പുകൾ മാത്രമാണ് എംബാപ്പെ കളിച്ചിരിക്കുന്നത്. ഇതിൽ 2018 4 ഗോളുകൾ എംബാപ്പെ നേടി. 2022 എംബാപ്പയെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ഗോൾ വേട്ട നടന്നത്. 8 ഗോളുകളാണ് 2018 എംബാപ്പെ നേടിയത് എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് കഴിഞ്ഞ തവണ ഫൈനലിൽ ഹാട്രിക്, അർജന്റീനയ്ക്കെതിരെ ഹാട്രിക് അടക്കം നേടിക്കൊണ്ടാണ് എംബാപ്പെ ഇത്തരം ഒരു നേട്ടത്തിനടുത്തേക്ക് എത്തുന്നത് എന്നുകൂടി കാണണം. മെസ്സിയെ സംബന്ധിച്ച് 90 മിനിറ്റും പൂർണ്ണമായും കളിക്കളത്തിൽ ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല എല്ലാ കളികളിലും. പക്ഷേ എംബാപ്പെ 90 മിനിറ്റും കളിക്കാൻ പ്രാപ്തനായ താരമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇടയിലുള്ള മത്സരം ഏറ്റവും കടുത്തതാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മെസ്സിക്ക് ഒരു വിടവാങ്ങൽ മത്സരം എന്ന നിലയിൽ, വിടവാങ്ങൽ ലോകകപ്പ് എന്ന നിലയിൽ മെസ്സിക്ക് ഈ റെക്കോർഡ് സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മെസ്സി ആരാധകരിലേറെയും. പക്ഷേ തൊട്ടു പിന്നിൽ തന്നെ എംബാപ്പയുണ്ട്. കഴിഞ്ഞ തവണത്തെ ഫോം ഇരുവരും നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും വലിയ ഒരു മത്സരം, ഗോൾ വേട്ടക്കാരൻ ആര് എന്ന കാര്യത്തിൽ കൂടി നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.